ഇന്നിപ്പോൾ ഏതായാലും ദീപാവലി ദിവസമാണല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, ഒരു വിശേഷ ദിവസമാണ്. അപ്പം എന്താ വെച്ചാൽ നമ്മളിന്ന് ദീപാവലി ദിനത്തിലെ നമ്മളെ ഇവിടെ വീട്ടിലെ കാര്യങ്ങൾ, കാഴ്ചകളും കാര്യങ്ങളൊക്കെ, അതാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ദീപാവലിൻ്റെ ആ ഒരു സ്വീറ്റ് ബോക്സ്, അതിലുള്ള പല തരത്തിലുള്ള ഉണ്ട്. ഇപ്പം അമ്മയ്ക്കുള്ളത് നമുക്ക് ഇങ്ങനെ കൊടുക്കുക. ഏതായാലും വേണ്ടത് നമുക്ക് പിന്നെ അധികം ഒന്നും കഴിക്കില്ല, ഓരോ കഷ്ണങ്ങൾ അതിലുള്ളതൊക്കെ. ഇത് ഇങ്ങനെ ഒരു കട്ട ഒക്കെ മധുരമുള്ള തന്നെ, അല്ലാത്തില്ലല്ലോ. നമുക്കത് മധുരം ഇഷ്ടമാണ്, പക്ഷെ അധികമൊന്നും കഴിക്കില്ല എന്നേ ഉള്ളൂ. അപ്പം നമ്മളെ ദീപാവലി മിഠായി ഈ കട്ടകളൊക്കെയാണ് ഇപ്പം നമ്മൾ എടുത്ത ശേഷം ബാക്കിയുള്ളത് ഇത്ര തന്നെ ഉണ്ട്. കണ്ടോ, പലതരത്തിലുള്ള, പക്ഷെ നല്ല രസമാണിത്. നമ്മൾ തേൻമുട്ടായി പോലുള്ള പണ്ടത്തെ സ്കൂളിൻ്റെ ഒക്കെ ആ ഒരു തൊട്ടടുത്തുള്ള പെട്ടിക്കടയിലൊക്കെ കിട്ടുമല്ലോ, അതേപോലത്തെ ഒക്കെ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തന്നെയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഇപ്പം ദീപാവലിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ളത് ഈ ഒരു സ്വീറ്റ്സ്, ആ ഒരു സ്വീറ്റ് ബോക്സ് ആയിട്ട് തന്നെ നമ്മൾ വാങ്ങി അത് കഴിക്കുന്നത്. അത് ദീപാവലിക്ക് ഞങ്ങൾക്ക് ചില എല്ലാ കൊല്ലാണെങ്കിലും അത് നിർബന്ധമാണ്, അതുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുമെങ്കിലും ആ ബോക്സ് അതെല്ലാ പ്രാവശ്യം വാങ്ങിക്കും. എനിക്കെന്ന് വെച്ചാൽ ഈ മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് പിന്നെ നമുക്ക് ഈ ഒരു ചെറിയൊരു ബോക്സാണിത്, അധികമൊന്നുമില്ല. അപ്പം പിന്നെ അത് നമ്മൾ കുറേശ്ശെ, ഇന്നിപ്പോൾ കുറേശ്ശെ കഴിക്കുന്നുള്ളൂ, പിന്നെ എടുത്ത് വെച്ചിട്ട് പിന്നെയൊക്കെ കഴിക്കാമല്ലോ, അങ്ങനെ പറ്റുള്ളൂ. നല്ല ഇഷ്ടമാണ് എനിക്ക് ഈ മധുരങ്ങൾ. ഇതിലുള്ള കുറേ പലതരത്തിലുള്ള, പിന്നെ ചിലതിൽ ലഡു, ജിലേബി, അങ്ങനെ പലതും ഇങ്ങനെ മാറി വരുമല്ലോ, ബോക്സ് പല ടൈപ്പാണല്ലോ. അത് നല്ല രസമാണ്. അതിന് പലതരത്തിലുള്ള ആ മധുരം അത് ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ കഴിക്കുള്ളൂ. ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ ബോക്സ് ആക്കിയിട്ട് ഈ ഒരു സമയത്തല്ലേ കഴിക്കുള്ളൂ. അതല്ലെങ്കിൽ ഓരോന്നും ഇതിലുള്ള സെപ്പറേറ്റ് വാങ്ങി കഴിക്കും, അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഈ ഒരു സമയത്താണ് അതിന് പ്രധാനം. അപ്പൊ ഏതായാലും ഇപ്പൊ ഇനി അടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോ വെച്ചാല് രാവിലെ ആണ് ഇപ്പൊ ഞങ്ങള് ഒരു 8:30-9 മണിയോട് കൂടി ഈ ഒരു മധുരം ഒന്ന് നമ്മള് അതൊക്കെ ഒന്ന് എടുത്ത് കഴിച്ച് ബാക്കി അവിടെ ഉണ്ട്. അപ്പോ ഇനി നമുക്ക് ഉച്ചഭക്ഷണത്തിന്റെ കാര്യങ്ങളാണ്. ഇന്നിപ്പോ എന്താ വെച്ചാൽ നമുക്ക് മോര് കറിയാണ്. ഇത് വെള്ളരിക്കും ചേനയും ചേർത്തുള്ള മോര് കറി, പിന്നെ കാബേജിന്റെ ഒരു നമ്മൾ ഉപ്പേരി പോലെ ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഏതായാലും ഈ കറീന്റെ കാര്യത്തേക്ക് നോക്കാം. ഇനി അടുത്ത ഇനിയിപ്പോ അതാണ്. പിന്നെ നമുക്കിന്ന് കറിക്കും അതുപോലെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള കാബേജ് അവിടെ ഉണ്ട്. ഏതായാലും ഒരു അത്യാവശ്യം തിരക്കില്ലാത്തൊരു വെള്ളരിക്ക. ഏതായാലും നമുക്കൊരു വെജിറ്റേറിയൻ ഊണാണ്. അപ്പം ഇതുകൊണ്ടുള്ള മോരൊക്കെ ഒഴിച്ചിട്ടുള്ള കറി. അപ്പോൾ അതിന് ഏതായാലും വെള്ളരിക്ക നമുക്ക് ആദ്യം തന്നെ ഒക്കെ ഒന്ന് തോലെത്തി റെഡിയാക്കി എടുക്കാം. അത്യാവശ്യം ഒരു നല്ല കുറഞ്ഞൊരു പഴുപ്പ് വന്നിട്ടുണ്ട്, പഴുത്ത വെള്ളരിക്ക തന്നെ പറയാം. നല്ല വെള്ളരിക്ക. അതും ചേനയാണ് നമ്മൾ ഇടുന്നത് ഇതിലേക്ക്, കറിയിലേക്ക്. ചേന അത്യാവശ്യം ഒരു പാകം വലുപ്പത്തിലുള്ളൊരു ചേന. ഇതിപ്പോൾ എന്തായാലും മുഴുവൻ എടുക്കാം, കാരണം അതിന് ഈ ഒരു 2 കഷ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് വേണം, മുഴുവൻ എടുക്കാം. തൂലത്തിലൊക്കെ കഴുകി ഇനി നമുക്കൊന്ന് നല്ല ചെറുതാക്കിയിട്ട് തന്നെ ഉണ്ട് നുറുക്കിയെടുക്കാം. പിന്നെ ഇപ്പോൾ ചേന ഒന്ന്
ചെറിയ കഷ്ണാക്കിയിട്ട് അങ്ങനെ കൊത്തിട്ട് കൊടുക്കാം. ഇതൊക്കെ വേവുണ്ടാവും ചേന. നമ്മൾ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം പാകത്തിന് മതി. പിന്നെ നമുക്കിങ്ങനെ കുക്കറിലല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നോക്കി വെള്ളമൊക്കെ പാകത്തിനാക്കി ഇതാ. ഇനി അതിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് മോരാണ്. അപ്പോൾ മോര് ഒഴിച്ചു കൊടുത്തു. അത്യാവശ്യം പുളിയുള്ള മോര് തന്നെയാണ്. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്നിന് തിളച്ച് വരുന്നതോട് കൂടി തന്നെ നമ്മൾ തേങ്ങ നല്ല പോലെ അങ്ങോട്ട് കുറുക്കി അരച്ച തേങ്ങ അത് ചേർത്തു. ഇതാ കറിവേപ്പിലേ. ഇനിയിപ്പോൾ നമുക്കൊന്ന് വറുത്തിടണം. നമ്മൾ ലേശം കുരുമുളക് പൊടി ചേർത്ത് വിട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും അത് താളിച്ച് നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കുകയാണ്. നമ്മളെ കറി അത് കൊടുക്കാം അമ്മയ്ക്ക്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള വിഭവങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ ഇതാ കേബേജ് കൊണ്ടുള്ള നമ്മളൊരു അങ്ങനെ തേങ്ങ ചതച്ചിട്ടിട്ടില്ല, അല്ലാതെ ഉണ്ടാക്കിയതാണ്, മെഴുക്കുവരട്ടി പോലെ. പിന്നെ പപ്പടം കാച്ചിയതും കൊണ്ടാട്ടമുളക് വറുത്തതും അങ്ങനെയാണ്. ഇപ്പോൾ കാര്യമായിട്ടെന്ന് വെച്ചാൽ രാവിലത്തെ ആ ഒരു മധുരം ഉള്ളതുകൊണ്ട് പിന്നെ അതുതന്നെയാണ് പ്രധാനം. ഞങ്ങൾ പിന്നെ പായസം ഉണ്ടാക്കണ്ട വിചാരിച്ചാണ് വെച്ചാൽ ആ മധുരം ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ പായസം ഉണ്ടാക്കിയിരുന്നു ഇവിടെ വീട്ടിൽ. അപ്പോൾ നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും നമ്മൾ ദീപാവലി ആശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.